ഇപ്പൊ ഹൈക്കോടതി വീണ്ടും വിളിപ്പിച്ചിട്ടുണ്ട് കേസ്. ഹോട്ടലില് റെസ്റ്റോറൻറ്റിലൊക്കെ പിടിച്ചിട്ടുള്ള കേസുകൾ, ചെറിയ ചെറിയ കേസുകളുണ്ട്. 10-26 കേസുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് 5000-10000 ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ്. അങ്ങനെ 10-26 പേര് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം, അതിനുള്ള ഒരു സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ നിന്നുള്ളൂ. കോടതി ഇലക്ഷൻ അല്ലേ, അങ്ങനെ ജാമ്യം കിട്ടിയിട്ട് പുറത്തിറങ്ങാത്ത ഒരു കോടതി ഇലക്ഷൻ അല്ലേ, ജാമ്യം അനുവദിച്ചിട്ടും പുറത്തിറങ്ങാത്ത കോടതി ഇലക്ഷൻ. സാധ്യത നടപടികൾ പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങി കാണുന്നത് അത് തന്നെയായിരിക്കും. അധികം വൈകാതെ മെമ്മോ എത്തിക്കാൻ കാലതാമസമുണ്ടായി. വിശദീകരണം ചോദിച്ചപ്പോൾ പുറത്തേക്ക് വരുന്നവരെ അവരുടെ ബന്ധുക്കളും ഉൾപ്പെടെയുള്ള ജയിലിന് മുന്നിൽ കാത്തിരിക്കുകയാണ്. ചെറിയൊരു കാലതാമസം മാത്രമാണ് ഇനിയുള്ളത്. നീക്കമാണ് ബോബി ചെമ്മണ്ണൂരിനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ പുറത്തിറക്കാനുള്ള ആവശ്യത്തിലാണ് ചില ജയിലനുഭവങ്ങൾക്ക് വേണ്ടി ഉള്ള ശ്രമങ്ങൾ പുറത്തിറങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അരമണിക്കൂർ കഴിഞ്ഞ് കയറിയാൽ ബില്ല് കൊടുക്കാതെ ഹോട്ടലില് റെസ്റ്റോറൻറ്റിലൊക്കെ പിടിച്ചിട്ടുള്ള കേസുകൾ, ചെറിയ ചെറിയ കേസുകളുണ്ട്. 10-26 കേസുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് 5000-10000 ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ്. അങ്ങനെ 10-26 പേര് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം, അതിനുള്ള ഒരു സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ നിന്നുള്ളൂ. കോടതി ഇലക്ഷൻ അല്ലേ, അങ്ങനെ ജാമ്യം കിട്ടിയിട്ട് പുറത്തിറങ്ങാത്ത ഒരു കോടതി ഇലക്ഷൻ അല്ലേ, ജാമ്യം അനുവദിച്ചിട്ടും പുറത്തിറങ്ങാത്ത കോടതി ഇലക്ഷൻ അല്ലേ. ഇന്നാണ് കിട്ടിയതെന്നാ പറഞ്ഞത്. അല്ല ബോച്ച് ഇന്നലെ ഇറങ്ങാതിരുന്നല്ലേ, ഒരു തന്ത്രം വരുന്നില്ല, അതൊരു നാടകം വരുന്നില്ലേ ബോച്ച? ബോച്ച അതൊരു നാടകം വരുന്നില്ലേ? അതൊരു നാടകം വരുന്നില്ലേ? അതൊരു നാടകം ഇപ്പൊ ഹൈക്കോടതി വീണ്ടും വിളിപ്പിച്ചിട്ടുണ്ട് കേസ്. എന്തായാലും കാണുന്നത് പോലെ തന്നെ ബോബി ചെമ്മണ്ണൂര് ജയിലിൽ നിന്ന് പോകുന്ന ഒരു കാഴ്ചയാണ്. സാധാരണ ഇന്നലെ അദ്ദേഹം ഇറങ്ങാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇന്ന് അതിവേഗത്തിൽ കോടതി നടപടി ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ബോബി ചെമ്മണ്ണൂരുമായി അദ്ദേഹത്തിന്റെ അനുയായികൾ ഇവിടെ നിന്നും പുറത്തിറങ്ങിയ ബോബി ചെമ്മണ്ണൂരിന്റെ ദൃശ്യങ്ങളും അദ്ദേഹത്തിന്റെ